ബൈജോട്ടാ വൈഫിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് പരിപാടി ആയിട്ടൊന്നുമില്ലേ? എല്ലാരും അറിഞ്ഞാ എന്ത് പരിപാടിയാ ആക്കണ്ടേ? ഒരു കാര്യം ചെയ്, പപ്സലൈമാക്കല്ലേ ചോദിച്ചാ. ബൈജോടാ അത് മടുത്തുപോയി, വേറെ എന്തെങ്കിലും മാറ്റി പിടിച്ചൂടെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, എല്ലാവർക്കും ബിരിയാണി ആക്കല്ലേ അബി? ഓക്കെ ബൈജോട്ടാ, അത് സെറ്റ്. സുജേഷേ എന്നാ പിന്നെ ആളെണ്ണം നോക്ക്, എത്ര എണ്ണം വേണ്ട ഇപ്പൊ തന്നെ ഓർഡർ എടുക്കാം, ലേറ്റ് ആക്കല്ലേ. ഭക്ഷണം കറക്റ്റ് ടൈം കഴിക്കണം എല്ലാരും. ബൈജോടാ ഇപ്പം തന്നെ എടാ ബേ ബാ. ഇല്ല സോറി സാർ. 6 ചിക്കൻ ബിരിയാണിയും 1 ചിക്കൻ ഫ്രൈയും. ഓക്കെ ഓക്കെ. അബി അതായിരിക്കും അബി ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തേ? അത് സുജേഷ് സാർ പറഞ്ഞിട്ട്. സുജേഷേ എന്നാ ബൈജോടാ? അതായിരിക്കാം സുജേഷേ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തേ? ബൈജോട്ടാ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബൈജോട്ടിന് സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തേ ഉള്ളൂ. എനക്ക് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ചെയ്യാം. അല്ല സുജേഷേ, ജമ്മിത്തും മുതലാളിത്തും അവസാനിച്ച് നീ അറിഞ്ഞിട്ടില്ലേ? നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? അബി എനക്ക് നിങ്ങളെല്ലാരും പോലെ തന്നെ ബിരിയാണി മതി കേട്ടാ, ചിക്കൻ ഫ്രൈ ഒന്നും വേണ്ട. നീ വേഗം പോയിട്ട് ബിരിയാണി ആയിരിക്കും. ബൈജോട്ടാ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും മേടിച്ചാൽ വലിയ പൈസ ആവില്ലേ? അപ്പോൾ ബൈജോട്ടിന്റെ പൈസ കളയാണ്ടെന്ന് മേടിച്ചിട്ടാണ്. ബൈജോട്ടാ സുജേഷ് സാറ് കള്ളം പറയുന്നതാ. ചിക്കൻ ഫ്രൈ ബൈജോട്ടിന് വേണ്ടിട്ട് ഓർഡർ ചെയ്തൊന്നല്ല, അത് സുജേഷ് സാറിന് തന്നെ ഓർഡർ ചെയ്തതാ. സുജേഷ് മാനേജറെ, നിനക്ക് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയാ? സുജേഷ് സാറ് എല്ലാ പ്രാവശ്യം തന്നെ ചെയ്യല് ബൈജോട്ടാ. സുജേഷേ ഒരു കാര്യം ചെയ്, വാ ഇനി മുതല് നീ ഇവിടെ ഇരുന്നോ. നീ ആണ് ഈ ഷോപ്പിൽ ശരിയായ മുതലാളി. വാ ഇരുന്നോ, ഇരിക്കടാ വന്നിട്ട്. ബൈജോട്ടാ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെയാണോ സുജേഷ് ഒരാൾക്ക് അബദ്ധം പറ്റുക? നിന്റെ കൂടെയുള്ള സ്റ്റാഫ് അല്ലേ, അവർക്ക് തിന്നാൻ കൊടുക്കാണ്ട് നീ ഒറ്റക്ക് തിന്നുന്നതാണാ അബദ്ധം? ഇങ്ങനെ തിന്ന് നിന്റെ ബാറ്റ് പിടിക്കുക സുജേഷേ. വെറുതെ ആണോ നിനക്ക് ഇടക്കിടക്ക് വയറിളൊക്കെ ആയിട്ട് ലീവ് ആവുന്നു നീ? അല്ല അബി ഷബീറെ, എന്നിട്ട് എന്താ ഈ കാര്യം നിങ്ങളാരും എന്നോടൊക്കെ പറയനി? ഞാൻ പേടിച്ചിട്ട് ബൈജോട്ടാ പറയുന്നത്. എടാ നിങ്ങളെ പോലെ പേടിയുള്ളവരിൽ ഉള്ള സ്ഥലത്തിട്ടല്ല, ഇതുപോലത്തെ ബൂട്ട്ഷാ മുതലാളിമാരിൽ ഉണ്ടാവും, മനസ്സിലായ? എടാ നിങ്ങളാണ് ഇവന് വളവിടുന്നത്, മനസ്സിലായ? ഇത് ഇവന്റെ തെറ്റല്ല, നിങ്ങളെ തെറ്റെന്നാ ഞാൻ പറയാ. ബേടാ എനക്കൊരു കാര്യം പറയാനുണ്ട്. നിന്നെ പറ്റിയുള്ള കാര്യമല്ല ഞാൻ അറിഞ്ഞില്ലേ, ഇനി നീ എന്ത് പറയുന്നു എന്നെ പറ്റിയിട്ട്? ബൈജോട്ടാ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നെ പറ്റിയിട്ടുള്ള സത്യം. നീ എന്ത് സത്യം പറയാനാ നീ? ബൈജോട്ടാ നിങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് ഒരു ബിരിയാണി ഒന്നും ആവില്ല, 2 ബിരിയാണിയെങ്കിലും മിനിമം തിന്നണം. എന്നെ തടി കാണുന്നില്ലേ? ബൈജോട്ടാ അറിയാം, ഒരു ബിരിയാണിക്ക് ഇപ്പോൾ 130 റുപ്യാണ്. ഞാൻ 2 ബിരിയാണി എന്നാൽ 260 റുപ്യാവും. ഒരു ചിക്കൻ ഫ്രൈക്കാകെ 100 റുപ്യേ ഉള്ളൂ, ബാക്കി 30 റുപ്യ ബൈജോട്ടിന് ലാഭമാണ്. ബൈജോട്ടാ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഈ തെണ്ടിക്ക് കൂടി അറിയാം ഞാൻ എത്ര ബിരിയാണി തിന്നു. ബൈജോട്ടാ ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾക്കൊക്കെ പറ്റുക ഒരു ബിരിയാണി കൂടുതൽ തിന്നാൻ പറ്റിട്ട്? അങ്ങനെ തിന്നെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കൂലേ? ബൈജോട്ട് തിന്നാൻ കഴിയാ 2 ബിരിയാണി? ഇല്ല എടാ സുജേഷ്, എടാ അബി, എടാ ഓ പറഞ്ഞത് കേട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ സുജേഷ്. എടാ ഞാൻ അറിയില്ലായിരുന്നു എടാ കാര്യം. നീ കാര്യമില്ല, നീ സീരിയസ് ആക്കാൻ ക്ഷമിക്കടാ പ്ലീസ്. സോറി പറഞ്ഞാലും ശരിയാവുക? ഇത്രയും ആൾക്കാർ മുമ്പിൽ എന്തെല്ലാം പറഞ്ഞ് അതിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ ബൈജോട്ടിന്? ഞാൻ ഒരിക്കലും ബൈജോട്ടിന് നഷ്ടം വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? ഇത് നോക്ക്, ഷർട്ട് കണ്ട കീറിയിട്ട് മാനേജർ കാണുന്ന വെള്ളം ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ മടക്കി ഒളിപ്പിച്ച് നോക്കല്ലേ ചെയ്യല്. അത്ര പോലും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. എന്താ ബൈജോട്ടിന് നഷ്ടം വരാണ്ടൊക്കെ? സുജേഷ് സോറിയടാ. നീ എത്രയാ ബിരിയാണി? അബി 2-3 ബിരിയാണി വാങ്ങിയിട്ട് ഓ കഴിക്കട്ടെ. നീ എത്ര വെച്ച് കഴിച്ചോ സുജേഷ്? ഇനി എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട, എന്റെ കൂടുതൽ നിറച്ചു. എടാ എല്ലാരും ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പറയാം, എനിക്ക് കാളാകെ. സുജേഷേ എനിക്ക് 2 ബിരിയാണി വേണോ 3 ബിരിയാണി വേണോ? ബൈജാട്ടി ഇവനെ നോക്കിയാ